ജസ്റ്റ് മിസ്സടാ, ജസ്റ്റ് മിസ്സായി പോയി. ഞാൻ മറ്റേ ടൈം ചെയ്തിങ്ങനെ കയറ്റി വെച്ച് വന്നപ്പോഴേക്കും എപ്പോഴും ക്യാമറ ഓൺ ആയിരിക്കണം. പിന്നെ ഞാൻ കുളിച്ചിറങ്ങിയോളൂ. ഞാൻ ക്യാമറ കൊണ്ടാണ് കുളിക്കാൻ വന്നത്. എവരെ കൊണ്ട് തോറ്റി. അവൻ കറക്റ്റ് സമയത്ത് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല ഗൈസ്. രണ്ട് വ്ളോഗുകൾ തമ്മിൽ എപ്പോഴും കൂട്ടിമുട്ടലാണ് നമ്മളുടെ. രസമായി കേട്ടാ. എന്താണ് പരിപാടി രണ്ടെണ്ണത്തിന്റെയും? അപ്പൊ നീ ആരുവിന്റെ ഇഷ്ട തിന്നുന്ന കാർത്തിക്കും അവിടെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർഷം. നമ്മളപ്പം ഷാരു എന്തോ സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അനന്തുവിന്. അപ്പം അത് എന്താണെന്ന് അറിയാൻ വേണ്ടി പോവുകയാണ്. എന്താണെന്ന് ഇപ്പൊ പറയണ്ട, നിങ്ങളും അപ്പൊ കണ്ടാൽ മതി. അതിനുവേണ്ടി നമ്മൾ പോകുന്നത് കഫിക്കാന. നമ്മൾ ഇന്നേ വരെ പോവാത്ത ഒരു സ്ഥലം, ഇന്ന് വരെ പോവാത്ത ഫസ്റ്റ്. അതായത് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുതിയ കഫിക്കാനയിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത് ഗൈസ്. പനമ്പള്ളി നഗറിൽ അവിടെ പോയിട്ടാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നത്. അവിടെ മാത്രമേ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് സർപ്രൈസ് ചെയ്യാൻ. അതെ, അവിടെയും ഡിസ്ട്രിക്ട് 7-ലാകുമ്പം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അവിടെ പോയിട്ട് നമ്മളെ ഇഷ്ടത്തിന് സർപ്രൈസ് കൊടുക്കുന്ന സംഭവമൊക്കെ ചെയ്യാൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മൾ കഫിക്കാനയിലോട്ട് പോട്ടെ. ഇൻഡിഗോ എയർലൈൻസിന്റെ ഓ, ചാടിക്കാരനല്ലേ സ്റ്റാഫാണ് മൊത്തം തെറിയിട്ടുണ്ടിരിക്കണം. മുതലാളിമാര് സൂചിച്ചിരിക്കും. 1 ദിവസം മുന്നേ കൊച്ചിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഭയങ്കര ഡൗൺ ആയി. രാവിലെ എണീച്ച് നോക്കിയപ്പോ ഒന്നും കാണാൻ വയ്യ. ഞാൻ നോക്കിയപ്പോ മൊത്തം പുക. മഴയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഒരു പിടിയില്ല കേട്ടോ. ഈ ഏരിയയില് അവിടെയൊക്കെ ഭയങ്കര, ഇവിടെ ഈ ഫാക്ടറി ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആയിരിക്കണം. പണ്ടും വരാറുണ്ടടാ ഇടയ്ക്ക്. മുമ്പ് വന്നിട്ടുണ്ട്. സത്യം തന്നെ കേട്ടാ. നീ ഒന്ന് ആലോചിച്ചോക്കടാ, ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഡൽഹി എന്തായിരിക്കും? അത് മറ്റേ ലോറിയുടെ സമയത്തൊക്കെ 500ഒക്കെയാണ് പോണത്. സത്യം. ആ പഞ്ചാബും ഹരിയാനയും കൂടെ തീ കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഡൽഹി പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് സ്മോഗ് മുറിച്ചെടുക്കാൻ പറ്റും ആകാശത്തുനിന്ന്. എന്താല്ലേ ഗൈസ്, ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ഉണ്ടാവട്ടെ. വരും തലമുറ നല്ല ശ്വസന പ്രശ്നങ്ങൾ വന്ന് എടാ വരും തലമുറയ്ക്ക് ഇംഗ്ലീഷിൽ പറയാം. ഞാൻ മറ്റേ മലയാളം കുറച്ചൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചപ്പം വായിൽ വരുന്നില്ലല്ലോ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണം. ശ്വാസകോശം സ്പോഞ്ച് പോലെ ആവും ഗൈസ്. അതാണ് സംഭവം ഞാൻ പറയാൻ വന്നത്. അപ്പൊ എന്തായാലും വരാം ഗൈസ്, നമ്മള് കഫിക്കാനയിലോട്ട് പോട്ടെ. ബൈ. അല്ല, അത് ഇടയ്ക്കിടയ്ക്ക് മാൽ ഫംഗ്ഷൻ ചെയ്യും കേട്ടാ. എന്റെ ബാഗ് ഞാൻ കൈ വെച്ചിരിക്കുന്നെങ്കിലും മാക് ബുക്ക് യു ആർ ലെഫ്റ്റ് ബിഹൈൻഡ് എന്നൊക്കെ പറഞ്ഞു വരും. അതും ഊളയാണ് ആപ്പിള്. പണ്ടൊക്കെ തന്നെ കുറച്ച് ആക്രോസി ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ ഫ്ലൈയുടെ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ സൂപ്പർ ഫ്രൈയാ. ഞാൻ സൂപ്പർ ഡ്രൈ. ഇവനാണ് എന്നെ ഓരോന്ന് ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യൻ ഡയറ്റ് തുടങ്ങാൻ വിചാരിക്കുമ്പോ ഫ്രൈ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് യവനാണ് ഫുഡ് ഡാഡി. ഈ ഫുഡ് ഡാഡിയുടെ ഉറവിടം യവനാണ് ഗൈസ്. വെറും ഫുഡ് ഡാഡി വിത്ത് കാർത്തിക് സൂര്യ എന്ന് അങ്ങ് ഇട്ടാ മതിയായിരുന്നു. ഫുഡ് ഡാഡി എന്നുള്ള പേര് ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ഒരു പേരാണ്. പിന്നെ സനിബ്രോയ്ക്ക് അത് ചേരും, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു നാച്ചുറൽ ഫീൽ ഉണ്ട് ആ സാധനത്തിന്. ബെസ്റ്റ്. കാടി കുറച്ച് നരച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്നെ ഡാഡി ആക്കി ഗൈസ്. കല്യാണം പോലും കഴിക്കാത്ത എന്നെ. പഴയ കാലത്ത് കല്യാണം കഴിച്ചിരുന്ന ഇപ്പൊ 4 പിള്ളേരുടെ ഡാഡി ആവാനുള്ളതായിരുന്നു. ഓ നോ, ഇമോഷണൽ ഡാമേജ്. നോ ഗൈസ്, ഞാൻ അങ്ങനെ പിള്ളേരെ ഡാഡി ഒന്നുമല്ല. ഗൈസ്, നമ്മൾ കഫിക്കാനയിൽ എത്തിയിരിക്കുകയാണ്. അനന്തുവിൻ്റെ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ഷാരുവാണ് കൊടുക്കുന്ന സർപ്രൈസ് സാധനം ഇതൊക്കെയായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഈ സാധനം കൊടുക്കണത് ഒരു ഒളിച്ചും പാത്തൊക്കെ വേണം കൊടുക്കാനായിട്ട്. അത് ഇവിടെ താഴെ പോയി പറഞ്ഞ് സെറ്റാക്കണം. കപ്പിൾ ഗേൾസ് കേസ് കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഡെഡിക്കേഷൻ കണ്ടത്. ക്യാമറ വുമണായ ഭാര്യ, യൂട്യൂബറായ ഭർത്താവ്. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സ്പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി കണ്ടന്റ് ഉണ്ടാകും. ദാദാ അവിടെ പോയി വെൽക്കം ടു പുതിയ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കണ്ട് ഡയലോഗ് അടിക്കും. ഗുരുവിന്റെ ഡെഡിക്കേഷൻ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആവുന്നത് ഗൈസ്. എന്താണ് ഇതൊക്കെ? ഫാഷൻ ഷോയാ? ഓ ശരിയാണോടാ, ഞാനൊക്കെ ജനുമ ഇപ്പൊ ഞാൻ കുറച്ച് ചെയ്യാണ്. 19 മണിക്കൂർ പഴകിയല്ലടി, കോൾഡ് ബ്രൂ ആണ് ഈ പറയണ. കോൾഡ് ബ്രൂ കോഫി. ശരി ഗൈസ്, നമ്മൾ സംസാരിച്ചിട്ട് വരാം. ബൈ. എനിക്ക് അലർജിയാണ് മഷ്റൂം. ഇടയ്ക്ക് വലിയ പ്രശ്നം ഇല്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഇവിടെ വന്ന് ഈ സൂപ്പും കുടിച്ച് ഒരു മഷ്റൂമിന്റെ ഒരു സ്റ്റാർട്ടറും കഴിച്ച്
രണ്ടും കൂടെ അടിച്ചിട്ട് പോയി തൊണ്ടയൊക്കെ ചൊറഞ്ഞ് കഴിക്കായി. അതിനുശേഷം ഞാൻ മഷ്റൂം കട്ടാക്കി. നീ ഇല്ല, മഷ്റൂം ഇല്ല. അത് മുക്കി നല്ല നല്ല ടേസ്റ്റാ. വേറൊരു സ്നേഹമയ്യായ ഭാര്യയും ഭർത്താവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ആരും ഒന്ന് അവന് കൊടുത്തറാ കുറച്ച്, അത് ഞാൻ എടുത്തില്ല. അത് അടുത്തത് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആണ് അതാ കൊടുത്തത്. ഇത് സ്നേഹമയ്യായ ഒരു കപ്പിൾ, അടുത്ത സ്നേഹമയ്യായ വേറൊരു കപ്പിൾ. ഇല്ലല്ല, ഇത് മതി. നോ ഞാൻ ഇങ്ങനെ സിഗ്മ മെയിലിന്റെ രോദനം. ഇതൊക്കെ എന്താ പറയുക, ചിക്കൻ ടെൻഡറാ. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ബ്രൂഡ് കോഫി. മാൻ സുഖല്ലേ? ഇതിനെയാണ് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞത്. ഇത് ഗ്രേപ്പ് ഫ്രൂട്ട്. അതന്നെ ബംബിളി മാസ. അതെനിക്ക് അറിഞ്ഞൂടാ, അത് ഏത് ഭാഷയിലാണ് അതിന് ബംബിളി മാസം എന്ന് പറഞ്ഞത്. ആണോ? ആ സാധനമാണ് ഇത്. കുടിച്ചു നോക്ക്. ഒരു ചെറിയ സിപ്പട്. പഴകിയ കോഫി എന്നൊക്കെ പറഞ്ഞു വരുത്തൻ. അത് മാക്കനെ കുടിക്കില്ല. അത് കുടിക്കേണ്ട രീതിയാണ്. പയ്യെ കുടി. എന്താണ് ഇത്? കുടിച്ചോ. എടാ, ഇതാണ് പ്രോപ്പർ കോഫി. ഇതാണ് കോഫിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ അവല്ലേ എല്ലാവർക്കും പട്ടച്ചാലായോ? ഈ ചാനലില് പട്ടച്ചാലായ ഒന്നും പ്രൊമോട്ട് ചെയ്യൂല. കോഫി എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസാ. അത് കോഫിയുടെ നാച്ചുറൽ ഇതാണ് ആ സാധനം. അത് ഓക്കെ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടൂല. എടാ, അതാണ് കോഫിയുടെ ടേസ്റ്റ് ആണ് യഥാർത്ഥ. പാൽ കാപ്പി കുടിക്കുന്ന പോലെ അല്ല യഥാർത്ഥ കോഫിയുടെ ടേസ്റ്റ് ഇതാണ്. ഇതിൽ പിന്നെ ആ ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ ടേസ്റ്റ് കൂടെങ്കിലും ഉണ്ടെന്ന് പറയാം. നമ്മൾ ഇതുപോലെ ഇടാതെയാണ് കുടിക്കുന്നത്. ഒന്ന് ആലോചിച്ച്. ഓക്കെ ഗൈസ്, ഞാനും ഒന്ന് കുടിക്കട്ടെ. എനിക്കിഷ്ടമാണ് ആ സാധനം. ഓക്കെ ഗൈസ്, ഇവിടെ പെരി ചിക്കൻ സ്റ്റേക്കാണ്. മറ്റേ ആരോ ഇടിച്ച് ചളിക്കിയ പ്ലേറ്റിൽ കൊണ്ടുവന്ന സാധനമാണത്. രസമല്ലേ? നമ്മുടെ കോൾഡ് ബ്രൂ ഇതാണ്. എനിക്കിഷ്ടമാണ് ഗൈസ് കോൾഡ് ബ്രൂ. ഞാൻ അന്ന് ബാംഗ്ലൂരിൽ നിന്ന് മറ്റേ ഹേസൽനട്ട് കോൾഡ് ബ്രൂ ആയിരുന്നു ഏറ്റവും കിടിലം. ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് ഇൻഫ്യൂസ്ഡ് കോഫിയാണ് ഗൈസ്. അത് നമ്മളെ ഈ ഒരു സാധനം അറിയില്ലേ, ഗ്രേപ്പ് ഫ്രൂട്ട് എന്നാണ്. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് കാണുന്നത്. പക്ഷേ കുടിച്ച് നിനക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നീ ഇതേ കുടിക്കും. ട്രൈ ചെയ്തോട്ടെ. കുറച്ച് സ്ട്രോങ് ആണ്. ഇതിൽ നിന്ന് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ളത് കുടിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് കുറച്ച് കടുപ്പമായിട്ട് തോന്നും. ഇത് കുറച്ച് കടുപ്പമുണ്ട് അത്യാവശ്യം. പക്ഷെ നല്ല ഒരു ചെറിയൊരു ഫ്രൂട്ടി ഫ്ലേവർ വരും കോഫിയിൽ. നമ്മൾ ആഫ്റ്റർ ടേസ്റ്റ് ഇല്ലേ, ആദ്യം കുടിക്കുമ്പോൾ ഒരു കയ്പ്പ് വരും, പിന്നെ ഒരു ചെറിയൊരു ഫ്രൂട്ടി ടേസ്റ്റ് വരുന്നുണ്ട്. കൊള്ളാം കേട്ടോ, ഇഷ്ടപ്പെട്ടു. നൈസ്. ചിക്കൻ ടെൻഡർ കഴിച്ചോണ്ട് നിന്നിട്ട് നല്ല മീനെന്ന് എവനെ ഫുഡിൽ ട്രെയിൻ ചെയ്യണം. ഞാൻ ആരായി? ചിക്കൻ തിന്നിട്ട് ഫിഷ് എന്ന് പറഞ്ഞേട്ടാ. എടാ, അതിപ്പോ മറ്റേതിന് അടിച്ച് ചപ്പാത്തി ആക്കി ചെയ്യുന്നുണ്ടില്ലേ? അപ്പൊ അത് ചിക്കൻ അല്ലേ? എങ്ങനെയുണ്ട് ഫുഡ്? ഇഷ്ടപ്പെടാ? എവന് കുറച്ച് പാടാണ് സാധനങ്ങൾ ഇഷ്ടപ്പെടാൻ. ഭയങ്കര ചൂസിയാണ്. എന്നെ കാട്ടി ഭയങ്കര ചൂസിയായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് അവനാണ്. നീ പുട്ട്, ഫ്രൈഡ് റൈസ് ഇതൊക്കെയാണ് അനന്തുവിന്റെ ഫേവറേറ്റ് സാധനങ്ങൾ. ഓക്കെ ഗൈസ്, നാളെ പോലെ ഞാനും പുട്ട് രാവിലെ. എന്നിട്ട് ബാക്കി ഫുഡൊക്കെ അതിന് ശേഷം. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ട്. ഞാൻ ഇന്ന് രാവിലെയും കൂടെ പുട്ട് കഴിച്ചതേ ഉള്ളൂ. എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും മുട്ടത്തോരനും. അടിപൊളി ടേസ്റ്റാ. പുട്ടും ബീഫ് എല്ലാവരും കഴിക്കുന്നതാണ്, പക്ഷെ പുട്ടും മുട്ടത്തോരനും കഴിച്ചിട്ടുണ്ടാ? മുട്ടത്തോരൻ അടിപൊളിയാ. പപ്പടവും മുട്ടത്തോരനും പുട്ടും നമ്മളെ വീട്ടിലുണ്ടാകും. സൂപ്പർ സാധനമാണ്. അത് ചെറിയ തേങ്ങ അതൊക്കെ ഇട്ടിട്ട് ഏതാ പുട്ടും മുട്ടത്തോരനും കഴിക്കാൻ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാ? അപ്പൊ ഞാൻ വിളിക്കാം. ഉമ്മ ഉള്ളപ്പോ പറയാം. ഉമ്മ ഉണ്ടാക്കുന്ന കുറച്ച് നൈസ്. ഉമ്മ പൂരി ഉണ്ടാക്കോടാ. നീ പൂരി കഴിച്ചിട്ടില്ലേ വീട്ടില്? കഴിച്ചിട്ടുണ്ടാ? കിഡിലാണ്. പൂരിയും മുട്ട റോസ്റ്റും പൊളിയാണ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത്. അത് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. പുട്ടും മുട്ടത്തോരനും പൂരിയും മുട്ട റോസ്റ്റും ഇത് രണ്ടും ട്രൈ ചെയ്തോളാം. സൂപ്പറാണ്, അടിപൊളിയാണ്. നമ്മുടെ ഫേവറേറ്റ് പരിപാടിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. കൊറിയൻ ബൺ മസ്ക വേണോ? അതായത് കൊറിയൻ ബൺ എന്ന് പറയും.
ആ കുറച്ച് ഗൈസ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൊറിയൻ ബൺ മസ്കയാണത് ഗൈസ്. പുതിയ കോഫി, ഇന്റർനാഷണൽ കോഫി, കെനിയ കൈനാമുയി. മണം ഒരു വെറൈറ്റി മണം കേട്ടാ. ഇതൊക്കെയായിട്ടും കിട്ടാത്തൊരു സ്മെല്ല്. എത്യോപ്യ അല്ലേ? ഓ നൈസ്. ഇതൊക്കെ ദുബായ് പോയിട്ട് എടുത്തോണ്ടെന്നാണ്. കൊളംബിയ, എത്യോപ്യ, കെനിയ എല്ലാം ഉണ്ട്. സകല സാധനങ്ങളും കംപ്ലീറ്റ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഇനിയിപ്പം ലോഞ്ച് ചെയ്യും. ഇതൊക്കെ എനിക്കൊന്ന് കാലിക്കട്ട് ഉണ്ടെന്നോ അല്ലേ? ഇതൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലേ? ഓ നൈസ്. ഓ ഒരു ഫ്രൂട്ടി ഫ്ലേവർ ആണല്ലേ. ചെറിയൊരു ഇതെന്താ? ആ ഇതൊക്കെ മൊത്തം ഒരു ഫ്രൂട്ട് ഇൻഫ്യൂസ്ഡ് കോഫി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ജാസ്മിൻ, പീച്ച്, മാൻഡറിൻ, ലിച്ചി, സ്ട്രോബെറി. നമുക്ക് ആ മണക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു നൈസ്. ആ യാ ദാറ്റ്സ് ഫൈൻ. അപ്പോൾ നമ്മളത് സർപ്രൈസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പോയിട്ട് വരാം. എന്താ എടുക്കാൻ പാട്? സ്പെഷ്യൽ ഡിഷ്. നോക്കാം. എന്റെ പറഞ്ഞ് സെറ്റാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നേ. കൊള്ളാല്ലേ? നല്ല ഡിഷ്. എന്താണ് ഡെസേർട്ട് എന്ന്? അങ്ങനെ സർപ്രൈസ് നടന്നിരിക്കാൻ ഗൈസ്. എന്തോ ഹാപ്പി അല്ലടാ? അങ്ങനെ നമ്മളെ ഓറഞ്ചിന്റെ ഇടയിൽ നിനക്ക് നീല വേണമെന്ന് പറഞ്ഞല്ലേ നീ? വെരി ബാഡ്. 4ാമത്തെ നീല ആവാളെ. നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ ആദ്യത്തെ നീല ഐഫോൺ തിരിച്ചു കാണിക്കടാ. അതന്നെ എടാ തിരിച്ചു കാണിച്ചേ. ആ നീല കളർ കാണിച്ച നീല. ആ നീല ഇതാണ് ഗൈസ്, നീല ഐഫോൺ. നൈസ് നൈസ്. കിസ്സിങ് സീനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ ബൈ ഗൈസ്. ഇതാണ് വീണ്ടും പെറി പെറി ചിക്കൻ കണ്ണം ബ്രോയ്ക്കും വേറൊരു ചിക്കൻ സ്റ്റേക്ക് അമ്മൂനും. അത് ചോക്ലേറ്റ് അടി, അത് മറ്റേ ഇതാണ് സോസാണ്. പ്രസന്റേഷൻ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. നല്ല പ്ലേറ്റിംഗ് ആണ്. ഇതിൻ്റെയൊക്കെ പ്ലേറ്റിംഗ് നോക്കിയാൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി നൈസ് അല്ലേ? ആ ഇതന്നെ നമുക്കറിയാം. നേരത്തെ വന്ന ഈ സെയിം സാധനം ഇടിച്ച് ചപ്പിച്ച പ്ലേറ്റ്. അതാണ് സംഭവം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവം. ഫോട്ടോ എടുക്കുന്നു, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരാളുടെ ഭർത്താവ് പോയതിന്റെ വിഷമത്തിൽ ഇവിടെ നീയാണ് കരുതോണ്ടിരിക്കുന്നത്, ഞാനല്ല. എന്തൊരു സമാധാനം എന്നറിയാമോ? ഫോട്ടോ എടുക്കണ്ട, ക്രിഞ്ച് കാണിക്കണ്ട, ഒന്നും കാണിക്കണ്ട. എനിക്ക് നോക്കിയ ഒരാൾ അയ്യോ. ഓക്കെ ഗൈസ്, നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട്, ഫുൾ ലൈറ്റിംഗ് സിസ്റ്റം. എത്ത ഗുരു. ഓ മറ്റേ വലിയ എമർജൻസി ലൈറ്റ് ഒക്കെ അല്ല, നമുക്ക് ഇത് മതി. നമുക്ക് മറ്റേ ഈ ആംബിയൻ ലൈറ്റിൽ ഇങ്ങനെ അതൊക്കെ കണ്ടുപോകാം ഗൈസ്. അപ്പൊ നമ്മൾ പിസ്സേറിയ എന്തോന്ന് ക്യാൻവാസ് പിസ്സേറിയയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ നല്ല പിസ്സ എന്തോ വുഡ് ഫയർ ഓവൺ അങ്ങനെ എന്തോണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ പോയിട്ട് അതും പാസ്തയൊക്കെ നല്ലതെന്നൊക്കെയാണ് കേട്ടോ. അപ്പം ലെറ്റ് സീ ഗൈസ്. അത് ഞാനും പോയി ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാരും കൂടെ പോയി അവിടെ നിന്ന് പിസ്സ ട്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അയ്യേ ഗുരു എന്തൊക്കെയോ നോട്ടി തിങ്സ്. അത് ശരി ഗൈസ്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ബിക്കോസ് വഴി അറിഞ്ഞൂടാത്തോണ്ട് ഷാരുവാണ് ഡയറക്ഷൻ. എന്തൊക്കെയോ ചളു പഠിക്കുന്നുണ്ട്. ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ കിളി പോയി. ഓ അങ്ങനെ. ഓ നോ, ഷാരു ഭയങ്കര ഷാരു കട്ട 18+ ജോക്സ് ഒക്കെയാണ് ഗൈസ് എപ്പോഴും അടിക്കുന്നത്. എവിടെ വ്ളോഗ് കാണുന്നവർ കമന്റ് ചെയ്യുക ഗൈസ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓ അങ്ങനെ. സത്യം കേട്ടാ. അയ്യോ ഈ ഇതില് ഇത് ഫാമിലി വ്ളോഗാണ് ഗൈസ്. ഓക്കെ അപ്പൊ ശരി, ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ പഫ് ഫാക്ടറിയിൽ വീണ്ടും വന്നിരിക്കുകയാണ് വിത്ത് ഷാരു ആൻഡ് കാർത്തി. അവരവിടെ വ്ളോഗ് എടുക്കും. ഈ പഫ്സ് കഴിക്കാൻ വീണ്ടും വന്നിരിക്കുന്നു ഗൈസ്. ഫുൾ എഗ് പഫ്സ്. കുറെ കഴിഞ്ഞ തവണ ട്രൈ ചെയ്യാത്തത് എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഒന്നും വേണ്ട നിനക്ക്? ഒരു ഫുള്ള് കഴിക്കൂലേ? ഇതല്ലേ ഒരുമാതിരി ഫുഡികളെ പോലെ പെരുമാറാവാ. നമുക്ക് തടിയും കൂടും. എന്നാ ഓക്കെ ഗൈസ്. അപ്പൊ ശരി, നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരാം. ഇവരൊക്കെ ഭയങ്കര ഡയറ്റിങ്ങിലാണ്. ഞാൻ കഴിക്കും എന്തായാലും. ബൈ. ഇത് അവിടുത്തെ ചിക്കൻ പഫ്സ് ട്രൈ ചെയ്തോട്ടെ.
ചിക്കൻ കിട്ടിയില്ല, വെയിറ്റ്. കൊള്ളാം. ഇത് കൊള്ളാം. അടുത്ത മുട്ട പപ്സ് കഴിച്ചു നോക്കാൻ കഴിച്ചു. ഇതാണ് ഫുൾ മുട്ട പപ്സ്. നല്ല ചൂട് കേട്ടോ. ഇപ്പൊ അടുപ്പിന്ന് എടുത്തതേ ഉള്ളൂ. ഓ ഓ ഭയങ്കര ചൂട്. വാ പൊള്ളിപ്പോയി. ഓ ഓ ഭയങ്കര ചൂട്. എൻ്റെ പൊന്നു, ഇത് ഭയങ്കര ചൂട്. ഓ വാ പൊള്ളിപ്പോയി. ബേസിക്കലി മസാല കുറവാ. അങ്ങനെ കഴിച്ച് ചെറുതായിട്ട് ഒരു അബദ്ധം പറ്റി. ഇന്ന് വലിയ മസാലയ്ക്ക് വലിയ ഫ്ലേവർ ഇല്ലായിരുന്നു. ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല പപ്സ്. ഒരു ഫുൾ മുട്ട ഉണ്ടെന്നല്ലാതെ വലിയ എരിയും സംഭവമൊന്നുമില്ല. അതെ, ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ശരി ഗൈസ്, ഈ ഒരു സാധനം പാളിപ്പോയി. കുഴപ്പമില്ല, നമ്മളെ പിസ്സയിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യും. ബൈ. ലാസ്റ്റ് ടൈം വന്നപ്പോ നല്ല വികാരം ഉണ്ടായിരുന്നു, പക്ഷേ കേട്ടോ ഗൈസ്, ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു പപ്സ്. അത്യാവശ്യമൊക്കെ എരിയും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതുപോലെ ഫസ്റ്റ് പപ്സ് വലിയ ചൂടില്ലായിരുന്നു. രണ്ടാമത്തെ കഴിച്ചത് അടുപ്പിന്റെ അത് വായിട്ട പോലെയായിരുന്നു ഗൈസ്. വായൊക്കെ പൊള്ളി തൊലിയൊക്കെ ഇളകി വന്നെന്ന് തോന്നുന്നു. ഓ ചൂടുണ്ടോന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല. ഓ ഞാൻ എടുത്തിട്ട് ഒരു കടിയും കടിച്ചു ഗൈസ്. മുട്ട വായിൽ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പോഴും എന്റെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ അടിച്ചു പോയെന്ന് തോന്നുന്നു ഗൈസ്. ഇനിയിപ്പോ പോയി പിസ്സ കഴിച്ചിട്ട് വേണം അത് തിരിച്ചു കൊണ്ടുവരാൻ. അപ്പൊ ശരി ഗൈസ്, നോക്കട്ടെ പിസ്സ എങ്ങനെ ഉണ്ടോ നോക്കാം. ബിക്കോസ് ഇതൊക്കെ ഞാനും ട്രൈ ചെയ്തിട്ടില്ല, കൊള്ളാവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ലെറ്റ്സ് സീ ഗൈസ്. ലെറ്റ്സ് ഗോ ടു കാൻവാസ് പിസ്സേറിയ. ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ കാൻവാസ് പിസ്സേറിയയിൽ എത്തിയിരിക്കുകയാണ്. അതെ, കാൻവാസ് പിസ്സേറിയയിൽ എത്തിയിരിക്കുകയാണ് വിത്ത് ഓൾ ദ ടീംസ്. ഇത് തന്നെയാണ് കാൻവാസ് പിസ്സേറിയ. ഇവിടെ നല്ല പിസ്സ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. സോ ലെറ്റ്സ് സീ ഗൈസ് ഹൗസ് ദ ടേസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഇതാണ് മെനു. കാൻവാസ് റെസ്റ്റോറൻറ്റ് പിസ്സേറിയ. പാസ്ത, സാലഡ്, ആൻറ്റിപാസ്റ്റി, റിസോട്ടോ, പിന്നെ സ്റ്റേക്ക് സാധനങ്ങൾ, പിസ്സാസ്. ഞാൻ ഇതിനു വേണ്ടിയാണ് വന്നത് ഗൈസ്. തിരമിസു. ഞാൻ എന്തായാലും തിരമിസു ഓർഡർ ചെയ്തു. എനിക്ക് ഈ സാധനം ഓർഡർ ചെയ്തൊക്കെ വാങ്ങും. അതായത് ഗംബാസ് ലൈൻ, ടൈഗർ പ്രോൺസും സ്പഗറ്റിയും. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. വൈബ് സ്ഥലം കേട്ടോ, നല്ലൊരു ഗോവൻ ആംബിയൻസ്, രസമുണ്ട്. ഇപ്പോൾ സ്റ്റാറൊക്കെ ഇട്ട് ക്രിസ്മസ് വൈബായിരിക്കുകയാണ് ഗൈസ്. കലമാരി റിങ്സ്, കാലമാരി റിങ്സ് തിന്നുന്ന വർഷം. അതൊന്നു ഡ്രാഗൺ ബൈലി. ഇത് അടുത്ത ബ്ലോക്കിൽ സീൻ. താങ്ക് യു. കിട്ടി, അടുത്ത ഷോർട്സിനുള്ള സാധനം കിട്ടി. അലമാരി റിങ്സോ അങ്ങനെയുണ്ട്. ഒരെണ്ണം ഇങ്ങനെ അതിന് മുക്കിയിട്ടിങ്ങനെ തന്നെ. മുക്കിയിട്ട് തരാൻ വന്നപ്പോ മുക്കിയിട്ടെടുത്ത് വായിന്റെ അകത്തോട്ട് തട്ടാനല്ല. ഇൻസ്ട്രക്ഷൻ നോട്ട് പ്രോപ്പർലി ഫോളോഡ്. ഇതാണ് കലമാരി റിങ്സ്. അതൊന്ന് വായിലോട്ട് തട്ടട്ടെ. കൊള്ളാം. സ്ത്രീകളല്ലേ, നല്ല ഫ്രഷ് സാധനം കേട്ടാ. അധികം ഫ്ലേവർ ഒന്നുമില്ല, പ്രോപ്പർ സാധനം. കൊള്ളാം. വീണ്ടും വരും. കൊള്ളാം കേട്ടോ സാധനം. നല്ല ഫ്രഷ് കലമാരി. ഇതാണ് ബ്രൊഷേറ്റ. നിങ്ങൾ പറഞ്ഞ അപ്പൊ തറയ വീഴും എല്ലാം കൂടെ. മൂക്കിലൊക്കെ അത് മൂശേട്ടാണ്. ഓ എന്റെ പൊന്നോ, ബ്രൊഷേറ്റ ഇങ്ങനെ വേണം കൊലപാതകം ചെയ്യാം. ഇതാണ് ബീഫ് പിസ്സ. ഒരു പീസ് കഴിക്കുന്നു. അത് പാസ്ത. ഓർഡർ ചെയ്ത പാസ്ത ഗംബാസ്കി ഗിസ്കി ബിസ്കി. കട്ട ടൈഗർ പ്രോൺസും സ്പഗറ്റിയാണ് സാധനം. നമുക്കിതാണ് മെയിൻലി വേണ്ടത്. ബ്രെഡ് എടുക്കുന്നു. അൽഡൻ്റെ ആണല്ലോ, കുറച്ച് അൽഡൻ്റെ ആണ് ഗൈസ്. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓ പാസ്ത പൊളി. പാസ്ത അടിപൊളി, സൂപ്പർ. പാസ്ത ഇസ് റിയലി ഗുഡ് ഗൈസ്. കൊള്ളാം, നല്ല ടേസ്റ്റ് സാധനം. പ്രോൺസിന്റെ എന്തോ ഒരു സംഭവമാണ്. ഗംബൈസ് കിസ്കിസ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഗൈസ്. എന്നാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദിസ് ഇസ് ഗുഡ്. ഇത് അവർ തിരമിസു വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കോംപ്ലിമെന്ററി ആയിട്ട് കൊണ്ടുവന്നു. കഴിക്കാൻ ആരോഗ്യമില്ലാന്ന് പറഞ്ഞപ്പോഴും സംഭവം നല്ലതെന്ന് തോന്നുന്നു. നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നല്ലതാണോടാ. അതെ, അപ്പം ഇങ്ങോട്ടും കൂടാ. ഓ താങ്ക്സ് എടാ. ഗൈസ് കൊള്ളാം.
പബ്ലിക്കിലെ വേറെ ലെവലല്ലേ, മറ്റേ ഫുൾ വലിയ സ്പൂണിൽ കോരി തരും. കുഴപ്പമില്ല, ഇത് കറക്റ്റ് മധുരം അല്ലേ, അധികം സ്വീറ്റ് ഒന്നും അല്ല. ബസ് വേണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, പക്ഷെ അവർ കോംപ്ലിമെന്ററി തന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. എന്തായാലും കുഴപ്പമില്ല, കൊള്ളാം. ഇനിയും വരും ഗൈസ്. എനിക്ക് പാസ്ത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിരമിസും കൊള്ളാം. ഗൈസ് നമ്മൾ ഫുഡൊക്കെ അടിച്ച് നമ്മൾ ഇനി ഇവിടെ നിന്ന് അവിടേക്ക് പോവുകയാണ് ഗൈസ്. എങ്ങോട്ട് പോകുന്നു അറിയില്ല. ബെസ്റ്റ് ഗൈസ്. നമ്മള് തിരമിസു വേണ്ടാന്ന് പറഞ്ഞിട്ടും നമുക്ക് അവസാനം കിട്ടി. കോംപ്ലിമെന്ററി അവര് സ്നേഹത്തോടെ വെച്ച് നീട്ടിയത് കൊണ്ട് കഴിച്ചു. പക്ഷെ അത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റ്, യമ്മി. അതായത് തിരമിസുവിനെ കാട്ടി എനിക്കൊന്ന് അവരൊരു സെമി ഫ്രെഡോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഹോം മെയ്ഡ് ഐസ്ക്രീം സംഭവം, അത് നല്ല ടേസ്റ്റാണ്. അത് കൊള്ളാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരെ പാസ്ത, അവരെ സീ ഫുഡ് പാസ്ത, അതായത് പ്രോൺസിന്റെ ഒരു സ്പെഗറ്റി ആയിട്ടുള്ള സംഭവം, അടിപൊളി ടേസ്റ്റ്. ഇപ്പം എന്തായാലും ഇനി ഒരു പ്രാവശ്യം കൂടെ വരേണ്ടി വരും, സമാധാനമായിട്ട് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ കേസ്. അവരെ മെനു കൊള്ളാം, നല്ല ആംബിയൻസ് ഒക്കെയാണ്, നല്ല വൈബ്. സോ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ ഗൈസ്. അങ്ങനെ ഇവർ ചില്ല് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള ഓൾഡ് ലൈറ്റ് ഹൗസ് ബ്രിസ്റ്റോ ഹോട്ടലിലാണ്, ഹെറിറ്റേജ് ഹോട്ടൽ. നല്ല സ്ഥലമാണ്, അതായത് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ, നല്ല വൈബ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കയറിയിട്ട് വരാം ഗൈസ്. ഇതെന്തോ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. പോപ്പുലർ ലാൻഡ്മാർക്ക് ഇൻ ദ യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ഏരിയ ഓഫ് ഫോർട്ട് കൊച്ചി. അപ്പോൾ എന്തോ വൻ സെറ്റപ്പാണ് കേട്ടോ, അവർ അതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ സ്ഥലം. കൊള്ളാം ഗൈസ്, നല്ല ഘട്ട വൈബ് സ്ഥലം. ഓ വാവ്, വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലേസസ് ഇൻ ഫോർട്ട് കൊച്ചിയാണ് ഇത്. എന്ത് രസമല്ലേ, സൂപ്പർ. ഫേവറേറ്റ് പ്ലേസ് ആണോ? അല്ല, ഞാൻ പണ്ട് വരാറുണ്ടായിരുന്നു, ഇപ്പം ഇല്ല, കുറേ നാൾക്ക് ശേഷം വന്നത്. കൊതുകുണ്ട്. അതെ അതെ, എനിക്ക് അഭിമാനം തോന്നുന്നു ഷാരുവിന്റെ കൂടെ അവിടെ വന്ന് കടലും കണ്ട് എടുത്ത് ചാടാൻ തോന്നുന്നു കടലിലോട്ട്. അതെയാടാ, ഇതിന് അതുകൊണ്ടാണ് ഇതിന്റെ പേര് അങ്ങനെ. അത് യുനെസ്കോ സൈറ്റ് എന്തോ ആണ് ഈ ഒരു സംഭവം. യുനെസ്കോ വരെ മാർക്ക് ചെയ്ത പ്ലേസിലെ ഒരു സ്ഥലമാണിത്, ഫോർട്ട് കൊച്ചിയിൽ. കുറച്ച് കഥയൊക്കെ തള്ള കടിച്ചിട്ട് വരാം. ബൈ.